ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു റീജിയൻ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതേ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് നിന്ന് ബൈ റോഡ് നമ്മൾ കാലിക്കറ്റ് പോവാണ്. നമ്മൾ ജസ്റ്റ് നമുക്കൊന്ന് ഫ്ലാറ്റിൽ പോകണം, എറണാകുളത്തൊന്ന് കയറണം. കാരണം നമ്മൾ കുറച്ച് ലഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്ലാറ്റിൽ വെക്കാനുണ്ട്. കാരണം ഭാവന ഷൂട്ട് കഴിഞ്ഞല്ലോ, ഭാവന സീരിയൽ കഴിഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ്യൂമും കാര്യങ്ങളും ഒക്കെ നമ്മൾ തിരിച്ചിനി ഫ്ലാറ്റിൽ കൊണ്ടുവച്ചിട്ട് ഞങ്ങളത് നേരെ കോഴിക്കോട് ജസ്റ്റ് ഒന്ന് അവിടെ പോയി ലഗേജൊക്കെ വെച്ചു. ഞങ്ങൾ നേരെ കോഴിക്കോട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 5 o'clock സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഒരു ഈവനിങ് 3:30 ആകുമ്പോൾ കോഴിക്കോട് എത്തി. അപ്പം ഇടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിർത്തും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് പിറ്റേ ദിവസത്തെ ഒരു വീഡിയോ ആണ്. അത് രാവിലെ ഞങ്ങൾ എണീറ്റു. എൻ്റെ റൂമിൽ നിന്ന് എന്താ പറയുക, എണീറ്റ് കഴിഞ്ഞിട്ട് ബാൽക്കണിയിലോട്ട് വന്നു കഴിഞ്ഞാൽ കാണുന്നൊരു കാഴ്ചയാണ്. വീട്ടിൽ കുറേ റംബൂട്ടാൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതേ താഴെ വന്നു. നല്ല മഴയാണ് കോഴിക്കോട്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് 8 മണിയായി, പക്ഷേ എന്നിട്ടും കണ്ടില്ലേ, ഭയങ്കര ഇരുട്ടാണ് അവിടെ. മഴയൊക്കെ ഒന്ന് മാറിയപ്പോൾ ഞങ്ങളിത് റംബൂട്ടാൻ പറിക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് നമുക്കിപ്പോൾ പറിച്ച് അങ്ങനെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേ ആയിട്ട് എനിക്ക് റംബൂട്ടാൻ പറിച്ച് തരുവാണ്. നമുക്ക് കൈയെത്തുന്ന ദൂരത്തിലായതുകൊണ്ട് പറിക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. മീൻസ് എനിക്കൊന്നും എത്തത്തില്ല, ഏട്ടനൊക്കെ കൈയെത്തുന്ന ദൂരത്ത് റംബൂട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് പറിക്കാം. ഇത് കുഞ്ഞു മരമാണ്. നമുക്ക് കോഴിക്കോട് ഭാഗത്ത് അങ്ങനെ റംബൂട്ടാൻ ഭയങ്കര കുറവാണ് കാണുന്നത് വീടുകളിൽ. ഞാൻ കൂടുതൽ ഈ തൃശ്ശൂർ, എറണാകുളം ഒക്കെ സൈഡ് ഒരുപാട് കാണാറുണ്ട്. അപ്പം നമുക്ക് കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു, മരമൊക്കെ നിറച്ച് കാണാം. ഇതിപ്പോൾ അമ്മ എന്താ പറയുക, നട്ടിട്ട് കുറച്ചായി. എത്രയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പെട്ടെന്ന് തന്നെ വലിയ ഒരുപാട് കൊല്ലമൊന്നും എടുക്കാണ്ട് തന്നെ ഇത് കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞു മരമായതുകൊണ്ടും കുറച്ച് അധികം ഉണ്ടാവത്തുള്ളൂ. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഇത്രയും കൂടെ അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നു. കിളികളെല്ലാം കൊടുത്തു, ഒന്നുമില്ല ഇപ്പം. വീണാൽ വീഡിയോ വൈറലാവേ. യശോദേ, എനിക്കും അമ്മ എന്തൊക്കെയോ പറയുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്, നല്ല മധുരം അല്ലേ? നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിനേക്കാളും ഗൈസ്. ഇത് നട്ട് വളർത്തിയ വ്യക്തിയാണത്. ഇത് മേക്കപ്പ് ഒക്കെ ചെയ്ത് വരുന്നു, ചിരിക്കുന്നു, കണ്ടോ? സ്വന്തം ആസ്വദിക്കാം. ഇത് എത്ര കൊല്ലമായി അമ്മ നട്ടിട്ട്? 5 വർഷം. 5 വർഷമാകുമ്പോൾ കായ്ച്ചു ഗൈസ്. പക്ഷെ കുഞ്ഞു മരം കേട്ടോ, കുഞ്ഞു മരമാണ്. ഇതിൽ കുറേ മാങ്ങ ഉണ്ടായിരുന്നു ഗൈസ്, പക്ഷെ മാങ്ങ എല്ലാം കഴിഞ്ഞു. ഇത് അമ്മേൻ്റെ ഗാർഡൻ. അമ്മ കുറേ ആയിട്ട് പറയുന്നത് വന്ന് വീഡിയോ എടുക്കുമെന്ന്. പക്ഷെ മഴ പെയ്തു ഗൈസ്, ഞാൻ ഓടട്ടെ ഗൈസ്. മഴ പെയ്തു ഗൈസ്, ഞാൻ ഓടി. വീട്ടിൻ്റെ പുറത്തത്തെ കാഴ്ചകൾ എടുക്കാൻ പോകുമ്പോഴത്തേനും മഴ പെയ്തു ഗൈസ്. അപ്പം നമ്മൾ വിചാരിച്ചു ഇനി ഉള്ളിലത്തെ കാഴ്ചകൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതേ ഒരു ആളിരിക്കുന്നു. അയ്യോ, പപ്പ കുളിച്ചു വന്നു. ഇത് പിന്നെയും ചിരിച്ചു നിൽക്കുന്നു. അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അമ്മ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പവും സ്റ്റ്യൂ ആണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ അപ്പവും സ്റ്റ്യൂവും കഴിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അമ്മയുടെ സ്പെഷ്യൽ കുറച്ച് കള്ളൊക്കെ ഒഴിച്ചിട്ടുള്ള അപ്പമാണ്. അപ്പവും സ്റ്റ്യൂവിനും വേണ്ടി ഞങ്ങൾ കട്ട വെയിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഇങ്ങനെ ഹോളത്തെ കുഞ്ഞു വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വലിയ ഹോം ടൂറായിട്ടൊന്നും ചെയ്യുന്നൊന്നുമില്ല, ചുമ്മാ ഇങ്ങനെ എനിക്ക് നേരം പോകാൻ വേണ്ടിയിട്ട് ചുമ്മാ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണാമല്ലോ എന്ന് വിചാരിച്ചു. പുറത്ത് നല്ല മഴയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞങ്ങളിങ്ങനെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ലൈറ്റിങ് കുറച്ച് കുറവാണ്. അപ്പോൾ ഇത് അമ്മ എനിക്കൊരു പണി തന്നു. ഇത് ചീരച്ചേമ്പ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പം അത് മുറിക്കാൻ പറഞ്ഞു. ഞാനതൊക്കെ മുറിച്ചു. പിന്നെ അത് കഴിഞ്ഞ് മഴ പിന്നെയും നിന്നപ്പം നമുക്ക് എൻ്റെ അനിയൻ വന്നു. അവൻ റംബൂട്ടാൻ പറിച്ചു തരാമെന്ന് പറഞ്ഞു, നമുക്ക് കൊണ്ടുപോകാനും പിന്നെ അങ്ങനെ അടുത്ത് അങ്ങനെയൊക്കെ കൊടുക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ പരിപാടികളാണ്. നോക്കാം, ചെരുപ്പ് ഊരിയിട്ട് കയറായിരുന്നില്ലേ?
പഴുത്ത് റെഡായത് മാത്രം പറിച്ചാൽ മതിയേ. അവന് പറിക്കാൻ എത്തുന്ന ഇതിലുള്ളതൊക്കെ അവൻ പറിച്ചെടുത്തു. കാരണം പിന്നെ ഉള്ളത് കുറേ മുകളിലോട്ടാണ്, പിന്നെ കുറേ എണ്ണം പഴുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രം നമ്മൾ പറിച്ചു, ബാക്കിയുള്ളത് ഇനി പിന്നെ പറിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒന്നാമത്തേത് ഭയങ്കര കുഞ്ഞു മരം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ മരം ഇങ്ങനെ താഴ്ത്തി ഇതാകാൻ പറ്റത്തില്ല, കൊമ്പ് ഒടിയും. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കെയർഫുൾ ചെയ്തിട്ടാണ് നമ്മൾ പറിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത് അത്യാവശ്യമുള്ളതൊക്കെ കിട്ടി. അപ്പം നമ്മൾ ഹാപ്പിയായി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ നോർമലി കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും നമുക്ക് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് തോന്നി. അപ്പോൾ ഇത് ഇത്രയും നമ്മൾ പറിച്ചു. സക്സസ്. ഗൈസ്, ഞങ്ങൾ മഴയത്ത് സദ്യ കഴിക്കാൻ പോവാണ്. സദ്യ ഒന്നല്ല, നോൺ വെജ് സദ്യ. ഇത് എരുന്ത്, കക്കാന്ന് അവിടെ പറയും, നമ്മളിവിടെ എരുന്തെന്ന് പറയും. ഇത് കല്ലുമക്ക, ഇത് അമ്മേൻ്റെ എന്തൊരു സ്പെഷ്യൽ ഉപ്പേരി, ഇത് അവിയൽ, ഇത് ചോറ്. ഇനി ഒരു ഐറ്റം കൂടെ വരാനുണ്ട്, ചക്ക. അത് അപ്പം, അത് രാവിലത്തെ അപ്പം. ദെൻ ചക്കപ്പുഴുക്കുണ്ട്, ചക്കപ്പുഴുക്ക്. അങ്ങനെയെല്ലാം കൂട്ടി ഞങ്ങൾ കഴിക്കുന്നു. ഗൈസ്, ഞങ്ങൾ അങ്ങനെ കോഴിക്കോടത്തെ ട്രിപ്പൊക്കെ കഴിഞ്ഞു തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. നേരെ ജസ്റ്റ് ഒന്ന് വീട്ടിൽ പോകണം, തൃശ്ശൂർ. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ കൊച്ചി. കക്കാട് നിന്ന് കാക്കനാട് വരെയുള്ള യാത്രാ വിവരണങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോ ഞാൻ പകുതി കറക്റ്റാന്ന് തോന്നുന്നു. നമ്മളിപ്പോ പുതിയ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ വഴി മീൻസ് കാലിക്കറ്റ്. അതിമനോഹരമായ ന്യൂസിലൻഡ് കാഴ്ചകളിലൂടെയുള്ള വഴി. ഇതാണ് ഡ്രൈവർ. സ്പൾബർ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. അത് ഇംഗ്ലീഷാണോ ടിബറ്റൻ ആണോ എന്നെനിക്ക് മനസ്സിലായില്ല. മറ്റേത് ലോകത്താണെന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് തുളുമ്പി വരുന്നു. ഗൈസ്, ഞങ്ങൾ കാലിക്കറ്റിൽ നിന്ന് കൊച്ചിയിൽ പോകുമ്പം ഫുൾ എന്താ പറയാ, മണ്ണിടിഞ്ഞിട്ടുള്ള ആ റോഡൊക്കെ കണ്ടു ഗൈസ്. അപ്പൊ ഏട്ടാ അതിനെ പറ്റി ഇങ്ങനെ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ ക്യാമറ ഓണാക്കിയപ്പോ ഒന്നും പറയാത്ത. മണ്ണിട്ട് കുന്നുപോലെ ഉയർത്തിയ ഫ്ലൈ ഓവറുകൾ പാടം പോലെ നികന്നു കിടക്കുന്നത് കണ്ടപ്പോൾ മനസ്സിന് കോർമയിൽ കൊള്ളിച്ചു. എന്ത് കൊള്ളിക്കാൻ? എന്തോരു മനസ്സിലായി. സുഖം, മനസുഖം. നല്ല വിജൃംഭിച്ച വാക്കായതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു എന്ന് മാത്രം. പക്ഷെ ട്രാവൽ ചെയ്യാനൊക്കെ നല്ല സുഖമുണ്ട്. നല്ല പോലെ വന്ന അതെ, നല്ല റോഡ് വരെ അടിപൊളിയായിട്ട് പോവാം. സൂപ്പർ വഴിയാണ്. പക്ഷെ ഇതിന്റെ എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട്, ഓട്ടോ ബൈക്ക് നടക്കാനായിട്ടൊന്നും ആൾക്കാർ നമ്മൾ കയറരുത്. ഏറ്റവും കൂടുതൽ ഇതിനുവേണ്ടി ഉള്ളത് കാൽനടക്കാരും ബൈക്കും ഓട്ടോയാണ്. അതെ, ഒന്നാമത്തെ കാര്യം ക്യാമറ ഒന്നും ഒക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവും. നല്ല അടിപൊളിയായിട്ട് ട്രാവൽ ചെയ്യാം. ലോങ് ഡ്രൈവ് പോണവർക്കൊക്കെ അടിപൊളിയാണ്. തിരുവനന്തപുരം പോലെ പോണവർക്കൊക്കെ തിരുവനന്തപുരം 356 കിലോമീറ്റർ. നല്ല രസമായിട്ട് പോകാം. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഇങ്ങനെ ഭയങ്കര നമ്മളിപ്പോ തെങ്ങിന്റെ ഹൈറ്റിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 3 ദിവസത്തെ കോഴിക്കോട് ട്രിപ്പിന് ശേഷം ഞങ്ങൾ ഫ്ലാറ്റിലോട്ട് പോവാണ്. പോണ വഴിക്ക് നമ്മൾ തൃശ്ശൂർ ഒന്ന് കയറും, വീട്ടിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. എന്നിട്ട് രാവിലെ ഞങ്ങൾ ഏർലി മോർണിംഗ് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, അങ്ങ് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു നേരെ തൃശ്ശൂർ പോയി അവിടെ നിന്ന് ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം ഇരുന്ന് ഈവനിങ്ങോട് കൂടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം വലിയ ട്രാഫിക്കും ഒന്നും ഇല്ലാണ്ട് എത്തി. നല്ല മഴയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വിശേഷങ്ങൾ.